ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ദേവഗായത്രി ഭാഗം 8. ഡാഡി, എത്രയും പെട്ടെന്ന് ദേവയുടെ അമ്മൂനെ കണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. ഡാഡിക്കറിയാലോ, അവനില്ലാത്ത ഒരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. എനിക്ക് അവനെ വേണം. നിമ്മിയുടെ മുഖം കോപം കൊണ്ട് വലിഞ്ഞു മുറുകി. അത് കണ്ടതും ദിവാകരൻ അവൾക്കടുത്തേക്ക് ചെന്നു. അറിയാം മോളെ, ഞാനും കുറേയായി വിചാരിക്കുന്നു. നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിലധികം സ്വത്തുണ്ട് അവൻ്റെ പേരിൽ. ഈ വിവാഹം നടക്കുന്നതോടെ അതിനൊക്കെ അവകാശി എൻ്റെ മോള് കൂടിയാകും. ഡാഡി എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ട് ഒരു തീരുമാനത്തിലെത്താം. ഡാഡിയുടെ വാക്കുകൾ കേട്ടതും നിഗൂഢമായ ഒരു ചിരി നിമ്മിയുടെ ചുണ്ടിൽ വിരിഞ്ഞു. എത്രയോ പേർ പ്രണയമാണെന്ന് പറഞ്ഞ് തൻ്റെ പിന്നാലെ നടന്നിരിക്കുന്നു. അന്നൊക്കെ ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യമായാണ് ഒരുവൻ തന്നെ അവഗണിക്കുന്നത്. അവന് മുന്നിൽ തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ദേവൻ, അവൻ ഈ നിമ്മിക്ക് സ്വന്തമാകണം. അത് ഇനി ഏത് വളഞ്ഞ വഴി കൂടിയാണെങ്കിലും. നിമ്മി മനസ്സിൽ കരുതി. എന്താ മോളെ, എന്താ നീ കല്യാണം പെട്ടെന്ന് നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞേ? എന്താ പ്രശ്നം? ഗായത്രിയുടെ വാക്കുകൾ അമ്മുവിൽ സംശയവും അതിലുപരി സങ്കടവും ഉണ്ടാക്കി. ദേഷ്യത്തോടെ ഗായത്രിക്ക് അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയ ദേവയെ അജു തടഞ്ഞു. അത് അമ്മു, എൻ്റെ അമ്മ ഇപ്പോഴൊരു സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ്. ആളൊന്ന് നോർമലാകാൻ കുറച്ച് ദിവസം പിടിക്കും. ഞാനും ദേവേട്ടനും തമ്മിലുള്ള ബന്ധമൊന്നും അമ്മയ്ക്കറിയില്ല. അതൊക്കെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കുറച്ച് സമയം വേണം. ഗായത്രിയുടെ ദേവേട്ടൻ എന്ന വിളി അജുവിലും ദേവയിലും ഒരുപോലെ ആശ്ചര്യമുണ്ടാക്കി. അജു ദേവയെ ഒന്ന് ഇരുത്തി നോക്കി. ഇവൾ അഭിനയത്തിൽ നിന്നെ കടത്തി വെട്ടുമല്ലോ മോനെ എന്ന പോലെ. എടാ ദേവാ, ഇവൾ നിന്നേക്കാൾ വിളഞ്ഞ വിത്താണല്ലോ, നീ സൂക്ഷിച്ചോ. അജു ദേവയ്ക്ക് മാത്രം കേൾക്കുന്ന രീതിയിൽ അവൻ്റെ ചെവിയിൽ പറഞ്ഞു. നീയല്ലേ ഇവളൊരു പാവം പെണ്ണാണെന്ന് എന്നോട് പറഞ്ഞത്? കണ്ടില്ലേ എത്ര പെട്ടെന്ന് അവളുടെ ഭാവം മാറിയതെന്ന്. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാ. ദേവ പുച്ഛത്തോടെ പറഞ്ഞതും. ഇല്ല ദേവ, ഇവൾ നീ ഇതുവരെ കണ്ട പെണ്ണുങ്ങളെ പോലെയല്ല. അത് എനിക്ക് മനസ്സിലായി. നീയും അത് വൈകാതെ തിരിച്ചറിയും, അജു മനസ്സിൽ പറഞ്ഞു. ഹോ, ഇതായിരുന്നു കാര്യം. ഞാനങ്ങ് പേടിച്ചു പോയി. എല്ലാം പതുക്കെ മതി. പിന്നെ നിങ്ങളുടെ ബന്ധത്തെപ്പറ്റി മോളല്ല, ദേവ വന്ന് മോളുടെ അമ്മോട് പറഞ്ഞോളൂ. കേട്ടല്ലോ ദേവ? ശരി അമ്മു, അതിനൊക്കെ ഇനിയും സമയമുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ കൊണ്ടാക്കട്ടെ. വാ ഗീതു, പോകാം. അമ്മുവിനോട് യാത്ര പറഞ്ഞ് പോകാൻ നേരം ഗായത്രി അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് അമ്മുവിനെ ഒരുപാട് ഇഷ്ടമായിട്ടോ. ഇത് കേട്ട് ഒരു നിറഞ്ഞ പുഞ്ചിരി അമ്മുവിൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. മോള് ഇടയ്ക്കൊക്കെ വരണം കേട്ടോ, വിളിക്കുകയും വേണം. ശരി അമ്മു, ഞാൻ പോയിട്ട് വരാം. അവർക്കൊപ്പം അജുവും യാത്ര പറഞ്ഞിറങ്ങി. നിന്റെ അഭിനയം എന്തായാലും കൊള്ളാം. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അമ്മുവിനെ വളച്ച് കയ്യിലെടുത്തല്ലോ, ദേവ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. എന്തായാലും നിങ്ങൾ അത്രയ്ക്ക് എത്തില്ല. ആ പാവത്തിനെ നിങ്ങൾ ചതിക്കുന്ന അത്ര ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ പരിഹാസം സഹിക്കവയ്യാതെ ദേഷ്യത്തോടെ ഗായത്രി പറഞ്ഞു. ആ മതി, നിർത്തിക്കോ. വല്ലാണ്ട് പറഞ്ഞു കയറണ്ട, ഇറങ്ങിക്കോ. അപ്പോഴേക്കും അവർ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. പിന്നെ പറഞ്ഞത് മറക്കണ്ട, നാളെ തന്നെ ജോയിൻ ചെയ്തോ. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാടാക്കാം. ശരി, അവൾ മറുപടി പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഗായത്രി ഇറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ദേവ തിരിഞ്ഞു നോക്കി. സീറ്റ് ബെൽറ്റ് അഴിക്കാൻ കിട്ടാതെ പാടുപെടുന്ന അവളെ കണ്ടപ്പോൾ അവൻ ചിരി വന്നു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ചാഞ്ഞിരുന്ന് കുടുങ്ങിക്കിടുന്ന ബെൽറ്റ് അഴിക്കാൻ തുടങ്ങി. അവൻ്റെ ഓരോ നിശ്വാസവും അവളിൽ പറയാനാവാത്ത വികാരങ്ങളെ തൊട്ടുണർത്തി. എപ്പോഴോ അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു, തിരിച്ചെടുക്കാൻ ആവാത്ത വിധം. പെട്ടെന്നാണ് ദേവയുടെ ഫോൺ അടിച്ചത്. രണ്ടാളും പെട്ടെന്ന് അകന്നു മാറി. പെട്ടെന്ന് തന്നെ അവൻ ബെൽറ്റ് അഴിച്ചു കൊടുത്തു. അവളിൽ വല്ലാത്തൊരു വെപ്രാളം നിറഞ്ഞു. അവൾ അവനെ തിരിഞ്ഞു നോക്കാതെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. എന്താണ് തനിക്ക് സംഭവിച്ചത് എന്നറിയാതെ ഒരു നിമിഷം ദേവ നിന്നുപോയി. അത് നടക്കില്ല ദിവാകര. എനിക്കും അങ്ങനെ ഒരാഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ മനസ്സിൽ വേറൊരു കുട്ടിയുണ്ട്. പരസ്പരം ഇഷ്ടപ്പെടുന്നവരെയല്ലേ ചേർത്ത് വയ്ക്കേണ്ടത്? ഒരു ജന്മം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ?
ദിവാകരനെ നോക്കി ദേവകി പറഞ്ഞു. അതവൻ വെറുതെ പറഞ്ഞതാവും. എനിക്കവനെ അറിയാവുന്നതല്ലേ. ഈ കല്യാണം നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവൻ ഇതു തന്നെ പറഞ്ഞേനെ, നിമ്മി മോളെ ദേവിക്ക് കൊടുക്കാൻ. അമ്മൂനെ പറഞ്ഞു തിരിപ്പിക്കാനായി ദിവാകരൻ അടുത്തടവും പയറ്റി. സത്യമാണ് ദിവാകര, അവൻ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. നല്ല കുട്ടിയാ, എനിക്കിഷ്ടായി. നിങ്ങളുടെയൊക്കെ സഹകരണം വേണം ഇനി ഈ കല്യാണം ഭംഗിയായി നടത്താൻ. ദേവകിയുടെ വാക്കുകൾ അയാളിൽ വല്ലാത്ത ദേഷ്യം നിറച്ചു. ദിവാകരൻ ഒന്നും പറയാതെ എണീറ്റ് പുറത്തേക്ക് നടന്നു. അയാളുടെ മനസ്സ് അറിയാവുന്ന അമ്മു അയാളെ തടയാനും നിന്നില്ല. എന്നാൽ ആ നടത്തത്തിനിടയിലും അയാൾ മനസ്സിൽ ചിലതൊക്കെ കണക്കുകൂട്ടി. സമ്മതിക്കില്ല ഞാൻ. ഈ സ്വത്ത് മുഴുവൻ എനിക്ക് തന്നെ കിട്ടണം. അതിനുവേണ്ടി എന്തു ചെയ്യും ഞാൻ. അവൾ വരട്ടെ. പാവം, അൽപായുസിൽ ഒടുങ്ങാനാണ് അവളുടെ വിധി. എൻ്റെ കൃഷ്ണ, കാത്തോളണേ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസമാണ്. ഒപ്പം ഉണ്ടാവണേ ഭഗവാനെ. ഉറക്കം വിട്ടെണീറ്റിരുന്ന് ഗായത്രി പ്രാർത്ഥിച്ചു. വീടിൻ്റെ ബാൽക്കണിയിൽ വന്ന് നിന്ന് അവൾ ആലോചിച്ചു. എത്ര പെട്ടെന്നാണ് ഒരു മാസം കടന്നുപോയത്. ഇതിനിടയിൽ എന്തെല്ലാം സംഭവിച്ചു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അമ്മയ്ക്കിപ്പോൾ അസുഖമെല്ലാം മാറിയിരിക്കുന്നു. 2 അനിയത്തിമാരും ഇപ്പോൾ പഠിക്കാൻ പോകുന്നു. എൻ്റെ ജോലി ദേവ ഗ്രൂപ്പിലാണെന്നറിഞ്ഞപ്പോൾ കടം കൊടുത്തു തീർക്കാൻ എല്ലാവരും സമയം തന്നിരിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ദേവ. അങ്ങേര് തന്നെ കല്യാണത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും മുന്നിൽ നിന്ന് നടത്തുന്നു. സത്യമൊന്നും അറിയാത്തോണ്ട് ഇങ്ങനെ ഒരു ബന്ധം വന്നതിൽ അമ്മയും അനിയത്തിമാരും വളരെ സന്തോഷത്തിലാണ്. ഈ സന്തോഷം അധികകാലം ഉണ്ടാവില്ല എന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. എല്ലാം അറിയുമ്പോൾ സഹിക്കാനുള്ള കഴിവ് ഇവർക്കും പിന്നെ ആ പാവം മാമോനും കൊടുത്തേക്കണേ എൻ്റെ കൃഷ്ണ. ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അല്ല, ചേച്ചി ഇവിടെ നിൽക്കാണോ? കുളിച്ചില്ലേ ഇതുവരെ? ബ്യൂട്ടീഷ്യൻ ഇപ്പോൾ വരും. ഓരോന്നും ആലോചിച്ച് നിന്ന ഗായത്രിയെ ഗംഗ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. കുളി കഴിഞ്ഞ് പുറപ്പെടാനിരുന്നപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന ആടയാഭരണങ്ങൾ കണ്ട് ഗായത്രി അതിശയിച്ചു പോയി. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കും പോലെ വില കൂടിയ വസ്ത്രങ്ങളും മേനി നിറയെ പൊതിയും കണക്കെ സ്വർണ്ണാഭരണങ്ങളും എല്ലാം അമ്മു തനിക്കായി പ്രത്യേകം വാങ്ങി കൊടുത്തയച്ചവ. എന്നാൽ ആദ്യത്തെ നിമിഷത്തെ ആശ്ചര്യം അടുത്ത നിമിഷം അവളിൽ നിന്നും മാഞ്ഞു. പകരം അവിടെ സങ്കടമുണ്ടായി. ഒരു നെടുമാംഗല്യം പോലും സ്വന്തമായില്ലാത്തവൾക്ക് ഇതൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം? അവളുടെ കൺകോണുകളിൽ നിന്നും കണ്ണീർ ഒലിച്ചിറങ്ങി. ഗായത്രി കരയാണോ? അതോ കരട് പോയതോ? ആ കണ്ണങ്ങു തുടച്ച്. മേക്കപ്പ് പോകുണ്ടോ? ബ്യൂട്ടീഷ്യൻ്റെ വാക്കുകൾ അവളെ ആലോചനകളിൽ നിന്നും ഉണർത്തി. പിന്നെ അവൾ കരഞ്ഞില്ല. ജീവിതമെന്ന നാടകത്തിൽ അഭിനയിക്കാനായി മനസ്സാലെ അവൾ തയ്യാറെടുത്തു. അവരെ കണ്ടില്ലല്ലോ അജ്ജു. അവർ ഇറങ്ങിയില്ല എന്ന് നീ ഒന്ന് വിളിച്ചു ചോദിക്കേ. അമ്പലമുറ്റത്ത് ഗായത്രിയെയും വീട്ടുകാരെയും എത്തിക്കാണാത്തതുകൊണ്ട് അമ്മുവിനാകെ ടെൻഷനായി. എൻ്റെ അമ്മു, ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അവർ ഇപ്പോൾ എത്തും, ഞാൻ വിളിച്ചിരുന്നു. അമ്മുവിൻ്റെ അടുത്തേക്ക് വന്ന് ദേവ പറഞ്ഞു. അതേ നിമിഷം ഗായത്രിയും വീട്ടുകാരും വന്ന വണ്ടി അമ്പലത്തിൻ്റെ ഗേറ്റ് കടന്നു വന്നു. കാറിൻ്റെ ഡോർ തുറന്ന് സരസ്വതിയും ഗാഥയും ഗംഗയും പുറത്തിറങ്ങി. അജുവും അമ്മുവും അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ മുന്നോട്ട് നടന്ന ദേവ കാറിൽ നിന്നും ഇറങ്ങിയ ഗായത്രിയെ കണ്ട് മതിമറന്നു നിന്നുപോയി. വിവാഹവസ്ത്രത്തിൽ വന്നിറങ്ങിയ ഗായത്രിക്ക് അത്രയും സൗന്ദര്യമുണ്ടായിരുന്നു. അവളെ തന്നെ നോക്കി നിൽക്കുന്ന ദേവയ്ക്കരികിലേക്ക് അജു വന്നു. ഡാ മോനെ ദേവ, ഒരു മയത്തിൽ നിന്ന് നോക്കടാ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണം കഴിയും. പിന്നെ എത്ര നേരം വേണമെങ്കിലും നിനക്ക് നോക്കിയിരിക്കാലോ. അജുവിൻ്റെ സംസാരം കേട്ടതും തന്നിലുണ്ടായ ജാളിത മറച്ച് മുഖത്ത് ഗൗരവം വരുത്തി ദേവ. ദേ അജു, ഒരു വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. എനിക്ക് പ്രാന്തൊന്നുമില്ല അവളെ വായി നോക്കി നിൽക്കാൻ. പിന്നെ നീ മറന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ഒരു കോൺട്രാക്ട് മാരേജ് ആണ്. ഹോ എൻ്റെ പൊന്നോ, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ റേസ് ആകാതെ വാ, അകത്തേക്ക് പോകാം. മുഹൂർത്തത്തിന് നേരമായി. അവർ രണ്ടുപേരും അകത്തേക്ക് ചെന്നു. കൃഷ്ണനെ സാക്ഷിയാക്കി അടുത്ത ബന്ധുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ ദേവഗായത്രിയുടെ കഴുത്തിൽ തൻ്റെ പേരിലുള്ള താലിയും സീമന്തരേഖയിൽ കുങ്കുമവും ചാർത്തി. എല്ലാം നാടകമാണെന്ന് അറിഞ്ഞിട്ടും ആ നിമിഷം അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. അവൻ കെട്ടിയ താലി അവളുടെ മരണം വരെയും ആ കഴുത്തിൽ തന്നെ ഉണ്ടാകണേയെന്ന്.
കുങ്കുമച്ചുവപ്പ് ഒരിക്കലും മായരുതേ എന്ന്. പ്രാർത്ഥിക്കുമ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദേവയുടെ കയ്യിൽ പതിച്ചു. അത്രയും നേരം നിസ്സംഗമായി നിന്നിരുന്നവൻ അവളെ കണ്ണുനീര് കണ്ടതും നെഞ്ചിൽ വല്ലാത്ത ഭാരം തോന്നി. താൻ അവളോട് ചെയ്യുന്നത് തെറ്റാണോ എന്ന് അവൻ ആ നിമിഷം തോന്നി. എന്നാൽ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെയൊരു നാടകത്തിന് തയ്യാറായ അവളും മറ്റു പെണ്ണുങ്ങളെപ്പോലെ തന്നെയാണെന്ന് അവൻ്റെ ബുദ്ധി ഉപദേശിച്ചു. അവൻ പുച്ഛത്തോടെ അവളിൽ നിന്നും മുഖം തിരിച്ചു. എന്നാൽ അതേ നടയിൽ വെച്ച് അവളെ ആ താലിയും അത് കെട്ടിയ ആളെയും എത്രയും പെട്ടെന്ന് തൻ്റെ സ്വന്തമാക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത മറ്റൊരാളുണ്ടായിരുന്നു, നിമ്മി. കണ്ണിലെരിയുന്ന പകയോടെ ആരും കാണാതെ അവൾ അവിടെ നിന്നും പോയി. അമ്പലത്തിലെ ചടങ്ങുകളെല്ലാം ഭംഗിയായി അവസാനിച്ചു. ഇനി വൈകുന്നേരം ഗംഭീര പാർട്ടിയുണ്ട്. ഗായത്രി തൻ്റെ വേണ്ടപ്പെട്ടവരോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. സരസ്വതിയും ഗാഥയും ഗംഗയും പൊട്ടിക്കരഞ്ഞു. അമ്മു അവരെയെല്ലാം ആശ്വസിപ്പിച്ചു. അമ്മു നോക്കുന്നത് കണ്ടപ്പോൾ ദേവ് ചെന്ന് ഗായത്രിയെ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് സമാധാനിപ്പിച്ചു. അവരെക്കുറിച്ചുള്ള ആദി അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയത് കൊണ്ട് തന്നെ അങ്ങനെയൊരു ചേർത്ത് പിടിക്കൽ അവളും ആഗ്രഹിച്ചിരുന്നു. അത് കണ്ട് അമ്മുവിൻ്റെയും ഒപ്പം സരസ്വതിയുടെയും മനസ്സ് നിറഞ്ഞു. അവൻ അവളെ കൊണ്ടുചെന്ന് കാറിലിരുത്തി. എന്നിട്ട് പതുക്കെ ചെവിയിൽ പറഞ്ഞു, അഭിനയം ഗംഭീരമായിട്ടുണ്ട്. എന്തൊരു ആത്മാർത്ഥമായ കരച്ചിൽ. ഈ ഗേറ്റ് കടന്നാൽ നിർത്തിക്കോ, പിന്നെ ആരും കാണാനില്ലല്ലോ. അവൻ്റെ വാക്കുകൾ 1000 ശരം കണക്കെ അവളുടെ നെഞ്ചിൽ തുളഞ്ഞുകയറി. തൻ്റെ കണ്ണീരിനെ പോലും അഭിനയമായി കാണുന്ന ഒരുവൻ്റെ താലിക്ക് വേണ്ടിയാണല്ലോ താൻ പ്രാർത്ഥിച്ചത് എന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ അനിയന്ത്രിതമായി ഒഴുകി. 7 തിരിയിട്ട നിലവിളക്ക് ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ അമ്മു ഗായത്രിക്ക് കൈമാറി. വലതുകാൽ എടുത്തു വെച്ച് കയറുവാനായി അവളോട് ദേവകി പറഞ്ഞു. എല്ലാം കണ്ട് ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നിരുന്ന നിമ്മി പതുക്കെ ഗായത്രിയുടെ അടുത്തേക്ക് ചെന്നു. പിന്നിൽ നിന്നും അവളുടെ സാരിയിൽ ചവിട്ടി പിടിച്ചു. സാരി തടഞ്ഞു ഗായത്രിയും അവളുടെ കയ്യിലെ നിലവിളക്കും മറഞ്ഞു വീഴുവാനായി പോയി. ചുറ്റും നിന്നവർ വല്ലാതെ ഭയന്നു. അവൾ പേടിച്ചു കണ്ണുകൾ ഇറുക്കിയടച്ചു. അത് കണ്ട് നിമ്മി വളരെയധികം സന്തോഷിച്ചു. എന്നാൽ അവളുടെ സന്തോഷത്തിന് അധിക നേരത്തെ ആയുസ്സുണ്ടായിരുന്നില്ല.